ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എ ഡേ വിത്ത് ആമി. അപ്പോൾ ഒന്ന് വീഡിയോ വരെ പോയിട്ട് വന്നാലോ? ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തോന്നുന്നു. എൻ്റെ സ്ഥലം ഞാൻ സ്റ്റേ ചെയ്യുന്നത് പലാവരത്താണെന്ന്. അവിടെ നിന്ന് എനിക്കിപ്പോൾ പോകാനുള്ളത് കിലാമ്പക്കം ബസ് സ്റ്റാൻഡിലോട്ടാണ് കേട്ടോ. കാരണം ഇന്ന് മോർണിംഗ് തീരുമാനിച്ചതാണ് ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ പോകണമെന്ന്. അപ്പം നമുക്ക് ബസ്സിലെ ടിക്കറ്റ് കിട്ടിയിട്ടുള്ളായിരുന്നു. അപ്പം കിലാമ്പക്കത്തോട്ട് പോകുന്നതിന് മുന്നേ ട്രെയിനിൽ വന്ന് പെരുങ്കുളത്തൂർ ഇറങ്ങണം. അവിടുത്തെ ബ്രിഡ്ജസ് ആണ് കേട്ടോ, നല്ല പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു ബസ് എടുത്ത് കിലാമ്പക്കത്തോട്ടെത്തി. കിലാമ്പക്കം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബസ് സ്റ്റാൻഡാണ്. ആക്ച്വലി ഒരു റിച്ച് ലുക്കുള്ള ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഈ ബസ് സ്റ്റാൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരുപാട് സ്ഥലത്തോട്ട് പോകാനുള്ള ബസ്സൊക്കെ കിട്ടും. ഇതവിടുത്തെ ലോക്കൽ ബസ്സാണ്. എന്ന് പറയുമ്പം ലോക്കൽ റൂട്ട് ഓടുന്ന ബസ്സാണ്. അവിടെ നിന്ന് കുറച്ച് നടക്കുമ്പോഴത്തേക്കും നമുക്ക് മെയിൻ ബസ് സ്റ്റാൻഡിലോട്ട്, എന്ന് പറയുമ്പോൾ ലോങ് ട്രിപ്പ് പോകുന്ന ബസ് സ്റ്റാൻഡിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഇതുവരെ ഞാൻ കിലാമ്പക്കം ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഒരു വൃത്തിക്കുറവ് തോന്നിയിട്ടില്ല. ആക്ച്വലി ഇവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു കുഞ്ഞു ഫ്രീ സർവീസ് ആയിട്ടുള്ള ഒരു കുഞ്ഞു വണ്ടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് അതിൽ കയറുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബാഗ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് കയറി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആക്ച്വലി ഈ ബസ് സ്റ്റാൻഡ് കണ്ടു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡെന്നേ തോന്നത്തില്ല. ഒരു എയർപോർട്ട് ലുക്കാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ഒരു ബസ് സ്റ്റാൻഡാണെന്ന് തോന്നാറുണ്ടോ? ഇല്ല, തോന്നത്തില്ല. പിന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ട്. ഫുഡിനായാലും പിന്നെ ചായ, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഷോപ്സൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റോസ് മിൽക്ക് കുടിക്കാൻ പോയടാ. റോസ് മിൽക്ക് ഞാനിവിടെ ചെന്നൈയിൽ വന്നിട്ട് കിട്ടിയ ഒരു വൃത്തികെട്ട ബിഹേവിയർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നല്ല റോസ് മിൽക്കാണ് കേട്ടോ. ആ ഒരു ഷോപ്പിൽ നിന്ന് എപ്പോഴും മേടിച്ച് കുടിക്കുന്നത്. അപ്പം ഞങ്ങൾ പോകുന്ന ബസ്സാണിത്. SETCയിലാണ് പോകുന്നത്. 3 മണിക്കാണ് ബസ്. പക്ഷേ 2 മണിയായപ്പോഴത്തേക്കും ബസ് വന്നു. അപ്പം അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്, കിലാമ്പക്കത്ത് നിന്നാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ അവരവിടെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാധനമൊക്കെ ഉള്ളിൽ വെച്ചിട്ട് പുറത്തോട്ടിറങ്ങി. പുറത്തൊന്ന് ഇരിക്കാം, കാറ്റ് കൊള്ളാം. കാരണം ഉള്ളിലിരിക്കുമ്പം നല്ല ചൂടാണല്ലോ. അപ്പോൾ ഇവിടേക്ക് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് സ്നാക്സ് മേടിക്കാൻ പോയി. കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചതിന് ശേഷം ഞങ്ങൾ ബസ്സിൽ കയറാൻ ലേറ്റായി. എന്നിട്ട് ഓടിച്ചെന്ന് ബസ്സിൽ കയറി, ബസ് എടുത്തു. ആക്ച്വലി ബസ്സിൽ പോകാനാണ് എനിക്ക് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. നല്ല നല്ല കാഴ്ചയൊക്കെ കണ്ട് ചില്ലടിച്ച് പോവാം. പിന്നെ ട്രെയിനിൽ പോകാനായാലും ആരെങ്കിലുമൊക്കെ വേണമല്ലോ കൂട്ട്. ഒറ്റയ്ക്ക് പോകുന്നത് ഭയങ്കര ബോറടിയാടേ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ പോകുന്നതല്ലേ കംഫർട്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലും ബസ്സിൽ പോകാനാണ് പ്രിഫർ ചെയ്യുന്നത്. ആക്ച്വലി ചെന്നൈ എന്ന് പറയുന്നത് നല്ല പ്ലേസാണ് കേട്ടോ. നമുക്ക് എക്സ്പെൻസ് വൈസ് നോക്കുക അല്ലെങ്കിൽ ചെന്നൈ നല്ല രസമാണ്. നല്ല നല്ല പ്ലേസസ് ഉണ്ട്. ഒരുപാട് ക്ലീനാണ്. ഒരുപാട് ക്ലീൻ മീൻസ് ഒരു വില്ലേജ് ഏരിയ, അങ്ങോട്ടൊക്കെ പോകുമ്പോൾ അത്ര ക്ലീൻ അല്ലെങ്കിൽ പോലും അത്യാവശ്യം ക്ലീനാണ്. പിന്നെ ഞാൻ എന്താ ഇവിടെ വന്നതെന്നും ചെന്നൈയിൽ വന്നതെന്നും എൻ്റെ നേറ്റീവ് എവിടെയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ നേറ്റീവ് എന്ന് പറയുമ്പോൾ വർക്കലയാണ്. അതുപോലെ ഞാൻ ചെന്നൈയിൽ വന്നത് ഒരു മാസ്റ്റേഴ്സ് കോഴ്സ് ചെയ്യാൻ വേണ്ടിയാണ്. എൻ്റെ ഗ്രാജുവേഷൻ എല്ലാം ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം ഇതൊക്കെയാണ്. ഇനി ബാക്കിയുള്ള എൻ്റെ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇതൊക്കെ നല്ല നല്ല വിഷ്വൽസ് കണ്ടപ്പോൾ എടുത്തു വെച്ചതാണ് കേട്ടോ. പിന്നെ നല്ല ക്ലൗഡ് കാണുമ്പോഴത്തേക്കും, നല്ല ഭംഗിയുള്ള രീതിയിൽ കാണുമ്പോഴത്തേക്കും എനിക്ക് എടുത്തു വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ നാട്ടിൽ പോകുമ്പം ഒരുപാട് വീഡിയോസൊക്കെ ഇടാൻ ഞാൻ ശ്രമിക്കാം എൻ്റെ പ്ലേസിനെ കുറിച്ചും. ആക്ച്വലി വർക്കല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെക്കുറിച്ച് അറിയണമെങ്കിലും ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കാം. ആക്ച്വലി ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറയുന്നത് ഒരു പാഷൻ്റെ പുറത്താണ്, അല്ലാണ്ട് വേറൊന്നും മൈൻഡ് വെച്ചിട്ടല്ല. എനിക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടതെന്നോ വോയിസ് ഓവർ കൊടുക്കേണ്ടതെന്നോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് കാണും, അതും എനിക്കറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. പോകുന്ന വഴിക്ക് നല്ല നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ. ഞങ്ങളൊരു സൈഡിൽ കൂടി ബസ്സിൽ പോകുന്നു, അപ്പുറത്തെ സൈഡിൽ ട്രെയിൻ പോകുന്നു. അത് കഴിഞ്ഞ് നൈറ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു.
അപ്പം ഫുഡ് അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ചായയാണ് കുടിച്ചത്. ആക്ച്വലി ഞാൻ ചായയല്ല, ഞാൻ കോഫീൻ്റെ ആളാണ്. എൻ്റെ ഫ്രണ്ട് ചായയാണ് കുടിച്ചത്. ആക്ച്വലി നല്ലൊരു ചായയാണ് കേട്ടോ. ഇവർ SCTCക്കാർ സ്ഥിരം കൊണ്ട് നിർത്തുന്നൊരു സ്ഥലമാണ്, ഒരു റെസ്റ്റോറൻ്റാണ്. ഫുഡൊക്കെ അത്യാവശ്യം നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലതാണ്. മുന്നേ കഴിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അത്ര നല്ലതൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാത്തത്. പിന്നെ ഞങ്ങളുടെ ബസ് മാത്രമല്ലായിരുന്നു കേട്ടോ, അവിടെ ഒരുപാട് SCTCയുടെ ബസ് വരുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂംസൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മോർണിംഗ് വീടെത്തിയപ്പോൾ ഉള്ള വിഷ്വലാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് കല്ലമ്പലത്ത് വന്നിറങ്ങിയിട്ട് പിന്നെ അച്ഛനാണ് വിളിക്കാൻ വന്നത്. അവിടെ ബസ്സിൽ പോകാനുള്ള ഒരു സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് പിന്നെ വഴിയെ പോകുമ്പം നല്ല നല്ല പ്ലേസസൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.